നമസ്കാരം. കൃസംഖികളോടും സംഖ്യകളോടും കാസക്കുട്ടന്മാരോടും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ നടന്ന ചില സംഭവങ്ങളിൽ പകുതിയെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, കേട്ടിട്ടുള്ളൂ. പകുതി നിങ്ങൾ കണ്ടിട്ടില്ല എന്ന പോലെ അഭിനയിക്കുന്നു, കേട്ടിട്ടില്ല എന്നുള്ള പോലെ അഭിനയിക്കുന്നു. നിലവിലെ കാവ്യമയമായിരുന്നു, രാമമയമായിരുന്നു, പള്ളിപ്പറമ്പിൽ രാമന്റെ മയം. അതോടൊപ്പം സുഹൃത്തുക്കളെ, മധ്യപ്രദേശിലെ പള്ളികളുടെ മുകളില് കാവിക്കൊടി കെട്ടിയിട്ടുണ്ട്. അവിടെ നിലവിളിച്ചിട്ടുണ്ട്, ജയ് ശ്രീരാം, ജയ ജയ ശ്രീരാം. പണ്ട് 10-20 വർഷങ്ങൾക്ക് മുൻപ് ബാബറി മസ്ജിദിന്റെ മുകളിൽ കയറി കൊടി നാട്ടി അവിടെ വിളിച്ച് ആ ഡോമിന്റെ മുകളിൽ നിന്ന കാര്യം ഓർമ്മിക്കുന്നുണ്ടല്ലോ. അതിന്റെ മറ്റൊരു പുനരാവർത്തനം മധ്യപ്രദേശിൽ ക്രിസ്ത്യൻ പള്ളിക്ക് മുകളിൽ കാവിക്കൊടി കെട്ടി അവിടെ ജയ് ശ്രീരാം വിളിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ രസം, ആ ചെയ്ത കാര്യങ്ങൾ, അതിലെ ശരിയല്ലായ്മകൾ, അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ക്രിസ്ത്യൻ, പ്രത്യേകിച്ചും കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ സർവതോമുഖമായിട്ടുള്ള മേൽക്കയറ്റത്തിന് വേണ്ടി ഉണ്ടായതാണെന്ന് സ്വയം വിലയിരുത്തി പറയുന്ന കാസ, അവര് മധ്യപ്രദേശിലെ കാര്യം മറന്നു. അവിടേക്ക് ആ ഭാഗത്തുള്ള കണ്ണ് മൂടിക്കെട്ടി, കുതിരയ്ക്ക് ജീനി വെക്കുന്ന പോലെ ഇവിടെയും കാണരുത് അവിടെയും കാണരുത്. മധ്യപ്രദേശിലെ പള്ളികൾക്ക് മേലെ കൊടി നാട്ടിയത് അവർ കണ്ടില്ല. തൃശ്ശൂരിൽ പുത്തമ്പള്ളി പൊളിക്കും എന്ന് പറഞ്ഞിട്ടുള്ള അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ കൽപ്പനകൾ കണ്ടില്ല. അർത്തുങ്കൽ പള്ളിയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായ പോലെ ആയി കഴിഞ്ഞു. ഇനി അതിന്റെ സമയമൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം പിടിക്കും. ഇതൊന്നും ഇവർ അറിയുന്നില്ല. അതിന് പകരം പറഞ്ഞിരിക്കുകയാണ്, ഇവിടുത്തെ മുസ്ലിങ്ങളോടുള്ള വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഹാഗിയ സോഫിയ നിങ്ങൾ കട്ടെടുത്തില്ലേ? ഈ രാമക്ഷേത്രം അതൊരു മുന്നറിയിപ്പാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. കത്തോലിക്ക സംഘടനയാണ് പറയുന്നത്, കാസയാണ് പറയുന്നത്. KCBC പറഞ്ഞിട്ടുണ്ട് കാസയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന്. കാസക്കാർ പറഞ്ഞു KCBC ആയിട്ട് ഞങ്ങൾക്കും യാതൊരു ബന്ധവുമില്ല. അമ്മാവൻ എന്നെ തല്ലി, അമ്മാവിന്റെ മുട്ടുകാരൻ ഞാൻ തല്ലി പിടിക്കുന്നു പറഞ്ഞ പോലെ രണ്ടുപേരും മുഖത്തോടെ മുഖം നോക്കിയിരുന്ന് മുരളുകയാണ്. കോട്ടയത്ത് മറക്കരുത് ഹാഗിയ സോഫിയ രാമക്ഷേത്രം ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. ഹാഗിയ സോഫിയ പള്ളി ഉൾപ്പെടെ എല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കും. കാസക്കാര്, കേരളത്തിലെ കാസക്കാരാ പറയണത്. രാമക്ഷേത്രത്തിനെ കുറിച്ച് അവരുടെ ഡെഫിനിഷൻ, അല്ലെ അവര് പറയുന്ന പ്രസ്താവന, തിന്മയുടെ മേലെ നന്മയുടെ വിജയമാണ്. RSSന്റെ വിജയത്തെ കുറിച്ചാണ് പറയുന്നത്, നന്മയുടെ വിജയം. പറയുന്നത് ആരാണ്? കത്തോലിക്ക സംഘടന. ഇന്നലെ സംഭവിച്ചത് എന്താണ്? ഒരു മധ്യപ്രദേശിലെ പല പള്ളികളുടെയും മേലെ കയറി, ചവിട്ടിക്കേറി അവിടെ കാവിക്കൊടി നാട്ടി ജയശ്രീരാം വിളിച്ചു. മിനിഞ്ഞാൻ സംഭവിച്ചത് എന്താണ്? തൃശ്ശൂരിൽ പുത്തമ്പള്ളി പൊളിക്കും, അത് പത്മനാഭന്റെ സ്വത്താണ്. ഇങ്ങനെ നിരവധി. ഇനി വരാൻ കിടക്കുന്നത് വേറെ. മണിപ്പൂരിന്റെ കാര്യം പറഞ്ഞു തോറ്റു. മണിപ്പൂരിൽ ഇപ്പൊ ഒന്നും പറയാനില്ല, കഴിഞ്ഞു. മണിപ്പൂർ ഒരു ഇന്ത്യൻ ഗാസ ദ്വീപായി മാറിക്കഴിഞ്ഞു. ഇനി അവിടെ ബാക്കി ഒന്നുമില്ല. അതൊന്നും കാണാതെയാണ് കാസക്കാര് പറയുന്നത് RSSന്റെ ഈ പ്രവർത്തനം നന്മയുടെ മേൽക്കയറ്റമാണെന്ന്. ഇവിടുത്തെ ഹിന്ദുത്വവാദികളും മറ്റേ യഥാർത്ഥ ഹൈന്ദവര് പോലും പറയാത്തൊരു കാര്യം, KCBC പോലുള്ള സംഘടനകൾ പോലും ഉറക്കെ പറയാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം,
അവർ RSSുമായിട്ട് നല്ല ടേംസിലായിരിക്കാം. പക്ഷേ ഇതാ ഈ പറയുന്ന കാര്യം അവരും പറഞ്ഞിട്ടില്ല. 500 വർഷത്തെ ഹൈന്ദവരുടെ കാത്തിരിപ്പിന് ഇന്ന് വിരാമമാകുന്നു. സുഹൃത്തേ, കാസക്കുട്ട, ഇവിടെ ഒരു ഹിന്ദുവിന് വേണ്ടി കാത്തിരുന്നിട്ടില്ല. അത് ഉയരുന്ന സമയത്ത് ഒരു രാമക്ഷേത്രം ഉയരുമ്പോൾ ഇവിടെ അയ്യപ്പ ക്ഷേത്രത്തിൽ യുവതീ പ്രവേശനം വന്ന സമയത്ത് അത് അയ്യപ്പൻ്റെ ഒരു പ്രശ്നമായതുകൊണ്ട് അയ്യപ്പ ഭക്തന്മാർ മുഴുവൻ റോഡിലേക്ക് ഇറങ്ങി. അവർ നാമജപ ഘോഷയാത്ര നടത്തി. മുകളിലിരുന്ന ആൾക്കാർ മുഴുവൻ കെട്ടിടത്തിന് മുകളിലിരിക്കുന്ന സുരേന്ദ്രൻ കൂട്ടര് എണ്ണി 1, 2, 3, 4, 5, 6, 7, 9 ഫോട്ടോ എടുത്ത് എണ്ണിയാപ്പ പത്തനംതിട്ടയിൽ 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും, കോട്ടയത്ത് 2 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും, തിരുവനന്തപുരത്ത് 3 ലക്ഷം വോട്ടിന്റെ അവർക്ക് അത്രയും ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആ ഇലക്ഷൻ വന്ന സമയത്ത് BJPയുടെ താമരയുടെ അടയാളത്തിന്റെ മുകളിലല്ല കുത്തിയത് ഈ പറഞ്ഞ ആൾക്കാർ. യവന്മാരുടെ നെഞ്ചത്താ കുത്തിയത്. കെട്ടിവെച്ച പണം പോകുന്നതിന്റെ ഒരു പരമ്പര അത് അനുവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ഇലക്ഷനും അത് തന്നെ സംഭവിക്കും. രാമന്റെ കാര്യത്തിൽ ഇറ്റ്സ് ഓക്കെ, അയ്യപ്പന്റെ കാര്യത്തിൽ ഇറ്റ്സ് ഓക്കെ. അതിന് വികാരം കൊള്ളുന്നവരാ ഹിന്ദുക്കൾ. പക്ഷേ ആ പേരും പറഞ്ഞു നടക്കുന്ന BJPക്കാരുടെ പേരിൽ വികാരം കൊള്ളുന്നവരല്ല ഹിന്ദുക്കൾ. അത് ഇലക്ഷൻ വരുമ്പോൾ കാണാൻ പറ്റും. പ്രത്യേകിച്ച് കേരളത്തിൽ, ഏറ്റവും കുറഞ്ഞത് കേരളത്തിൽ, ദക്ഷിണേന്ത്യയിൽ, ബംഗാളിൽ ഇങ്ങനെ കാണാൻ പറ്റും. അതുകൊണ്ട് 5 വർഷത്തെ ഹൈന്ദവരുടെ കാത്തിരിപ്പ് എന്ന് പറയരുത്, 5 വർഷത്തെ RSSകാരുടെ കാത്തിരിപ്പ് എന്ന് പറയണം. ഹൈന്ദവരുടെ കാത്തിരിപ്പ് എന്ന് പറയുമ്പോൾ ഹൈന്ദവർക്ക് പൊള്ളും. എടാ കാസക്കുട്ട, നിന്റെ തന്ത എന്ന് പറയുമ്പോൾ നിനക്ക് വിഷമമുണ്ടാവില്ലേ? അതുപോലെയാണ് അനാവശ്യമായിട്ട് ഹൈന്ദവൻ എന്ന് പറയുമ്പോൾ അവർക്ക് വിഷമമുണ്ടാവുന്നു. ഇതുകൊണ്ട് ഹൈന്ദവന്റെ തലയിൽ കൊണ്ട് വെക്കരുത്. ഹിന്ദുത്വവാദികളുടെ കാത്തിരിപ്പ് എന്ന് പറ, അതാണ് അതിന്റെ ശരി. ശരികൾ പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞുതരാം. അതാണ് ശരി. ഹൈന്ദവരാരും കാത്തിരുന്നിട്ടില്ല. മുഗൾ ചക്രവർത്തിമാരുടെ അക്രമങ്ങൾക്കും അധിനിവേശങ്ങൾക്കും തൽപരമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ശ്രീരാമ ജന്മഭൂമിയിൽ ഒടുവിൽ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം ജനാധിപത്യ രീതിയിൽ തിരിച്ചു പിടിക്കാൻ സാധിച്ചത് പുതിയ പ്രത്യാശയാണ്. മുഗൾ ചക്രവർത്തിമാര് ശരി, അവര് തീവ്രവാദികളായിരുന്നു, സമ്മതിച്ചു. അവര് അവസാനിച്ചിട്ട് കാലം കുറേ ആയല്ലോ. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നില്ലേ ഇവിടെ? അത് കഴിഞ്ഞ് ഇന്ത്യക്കാർ തന്നെ ഭരിച്ചില്ലേ ഇവിടെ? എത്രയോ, ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൻമോഹൻ സിംഗ് വരെ എത്ര ആൾക്കാർ ഭരിച്ചു. എന്നാൽ അവരൊക്കെ ആണും പെണ്ണും കെട്ടവരാണോ? ഷണ്ടന്മാരാണോ? 400-500 വർഷത്തെ ചരിത്രം പറയുന്ന ആ കാലഘട്ടത്തിലുണ്ടായ രാജാക്കന്മാരും ഭരണകർത്താക്കളൊക്കെ ഷണ്ടന്മാരാണ്. അവർക്കൊന്നും കഴിയാത്ത കാര്യം, അവർക്ക് ആർക്കും കഴിയാത്ത കാര്യമായിരുന്നു ഇത്. ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്, അവിടെ വിഗ്രഹം കൊണ്ടുവച്ചെടുത്ത് യമുനയിൽ മറ്റേ സരിയോട് വലിച്ചെറിയാൻ പറഞ്ഞിട്ട്. കാരണം എന്താണ്? അങ്ങനെയൊന്നും അവിടെ ഇല്ല, ഇന്നും തെളിഞ്ഞിട്ടില്ല. ഒരു സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. അതിന്റെ അടിയിലുണ്ടായിരുന്നത് ക്ഷേത്രമാണെന്ന്. ബാബറി മസ്ജിദിന്റെ അടിയിലുണ്ടെന്ന് ക്ഷേത്രമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. പ്രശ്നം തീർക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ക്ഷേത്രം പണിയൂ, അവിടെ ബാബറി മസ്ജിദ് പുതുക്കി പണിയട്ടെ, എങ്ങനെയേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ പ്രശ്നം നീണ്ടു പോകും. അത് ഇന്ത്യയുടെ ഭാവി ഭാഗതയം മോശമായിട്ട് നിർണ്ണയിക്കുന്നതിന് കാരണമായി മാറും. പക്ഷെ ഇപ്പൊ ഇവിടെ കഥ മാറ്റി എഴുതുകയാണ് മുഗൾ ചക്രവർത്തിമാര്. അവരാണ് ഇതൊക്കെ തല്ലി തകർത്തതെന്ന്. നിരവധി പേരുടെ രക്തച്ചൊരിച്ചിൽ, ജീവഹാനിയും മുൻപ് ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് വളരെ ശാന്തമായി സമാധാനപരമായി ഒരു നീതി നടപ്പാക്കുകയാണ്. തിന്മയുടെ മേലെ നന്മ നേടുന്ന വിജയം. ഇന്നലെ മോഹൻ ഭാഗവത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമുക്കിനി എല്ലാവർക്കും ഒത്തൊരുമിച്ച് ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി എന്നൊക്കെയും പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് നിരവധി പേരുടെ രക്തച്ചൊരിച്ചിലുണ്ടായി. ഇനി അങ്ങനെയൊന്നും വേണ്ട, നമുക്ക് ഏകോദര സഹോദരങ്ങളുടെ പോലെ കഴിയാം. ഇത് മണിപ്പൂരും കൂടി ചെന്നൊന്ന് പറയണം കേട്ടോ. നരേന്ദ്രമോദി മണിപ്പൂരിന്റെ പ്രാന്തങ്ങളിലേക്ക് പോലും പ്രവേശിക്കുന്നില്ല. മണിപ്പൂരിൽ നിരവധി പേരുടെ രക്തച്ചൊരിച്ചില്, ജീവഹാനിയൊക്കെ നടന്നു. ഇനിയിപ്പോൾ അതൊന്നും കാര്യമാക്കി എടുക്കണ്ട. ഇനി നമുക്ക് ശാന്തമായി സമാധാനപരമായി ഏകോദര സഹോദര്യത്തോടു കൂടിയിട്ട്
നമുക്ക് മുന്നോട്ട് പോകാം. ആരോടാ പറയുന്നത്? ക്രിസ്ത്യാനികൾ അനുഭവിച്ചത് അവർക്കല്ലേ അറിയുള്ളൂ. ഒരാളുടെ മോന്തായത്തിന് ഷേപ്പ് മാറ്റിയിട്ട് പറയാ, ഓ ഇനി അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ടടാ, നമുക്ക് തോളോട് കൈയിട്ട് നടക്കാൻ തോന്നും. തിന്മയുടെ മേലെ നന്മ നേടുന്ന വിജയം, തിന്മയുടെ മേലെ RSSകാർ നേടുന്ന വിജയം. ഇത് RSകാരോട് തന്നെ രഹസ്യമായിട്ട് ചോദിച്ചാൽ അവർ പറയും അതങ്ങനെയല്ലെന്ന്, ഞങ്ങളങ്ങനെയാണ് എന്നവർ പറയും. പക്ഷെ കാസക്കാർ പറയുകയാണ് നന്മകളുടെ ഒരു പരമ്പരയാണ് RSS കാഴ്ചവെക്കുന്നത്. അതിന്റെ ഭാഗമാണ് മണിപ്പൂര്, മറന്നേ പോച്ച് കാസക്കാര്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇവിടെ റാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഏതൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 150 കുരിശ് കാണാൻ പറ്റും. ഇന്നിപ്പോൾ അവിടെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ കുരിശ് കാണാൻ പറ്റില്ല. കുരിശ് കണ്ടാൽ പോയിട്ട് തല്ലി തകർക്കും. കർണാടകത്തിൽ തന്നെ ക്രിസ്ത്യൻ പള്ളികളുടെ കണക്ക് എത്ര 300 മറ്റോ ആണ് 4-5 വർഷം കൊണ്ട്. ഇന്നലെ തന്നെ മധ്യപ്രദേശില് പള്ളികളുടെ മേലെ കയറി ചവിട്ടി കയറി അതിന്റെ മേലെ കുരിശനോട് ചേർന്ന് കാവിക്കൊടി നാട്ടിയിട്ട് ജയ് ശ്രീരാം വിളിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളെ ഇതിന്റെ മേലേക്ക് കയറ്റരുത്, ഞങ്ങളുടെ കയറ്റത്തോടുകൂടി അവസാനിച്ചു. ഇനി നിങ്ങൾ തന്നെ നിങ്ങളായിട്ട് കുരിശ് എവിടെ നാട്ടുന്നുവോ അതിനോട് ചേർന്ന് കാവിക്കൊടി നാട്ടിക്കോ. മുന്നറിയിപ്പാണത്. കുർബാന നടക്കുന്ന സമയത്ത് ശ്രീരാം ജയറാം ജയ ജയറാം അതും പാടിക്കോ, മുന്നറിയിപ്പാണത്. ഈ വിജയം ഹാഗിയ സോഫിയ എന്ന ഞങ്ങളുടെ ക്രൈസ്തവ ദേവാലയം ഒരിക്കൽ സമാധാനമായി തിരിച്ചു പിടിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്ന പ്രത്യാശ ഇവിടെ ഈ കേരളത്തിൽ താവട്ടത്തിലുള്ള ഒരു ഇത്തിരി കുഞ്ഞൻ ഒരു സംഘടനയാണ് ഈ പറയുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് ജയ്ഹിന്ദ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, മഹാത്മജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ജവഹർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, സ്പോർട്സ് ക്ലബ്ബുകളൊക്കെ ഉണ്ടാവില്ല, കലാസമിതികൾ. അതിന് പോലും ഇവരെക്കാൾ സ്ട്രെങ്ത് ഇവരാ പറഞ്ഞ ഹാഗിയ സോഫിയ. അതിന്റെ കഥ കഴിഞ്ഞടേ. ഹാഗിയ സോഫിയ മുസ്ലിം പള്ളിയാണ്. ഇനി അതങ്ങനെ ആയിക്കഴിഞ്ഞു. ഇനി അതിന് വേറൊരു രീതിയിലുള്ളൊരു അതിനെക്കുറിച്ച് ഒരു പുനർവിചിന്തനത്തിന്റെ അതിന് യാതൊരു സാധ്യതയുമില്ല. അധിനിവേശ ഇസ്ലാമിക തീവ്രവാദികൾ കരസ്ഥമാക്കിയ യഹൂദരുടെ ജെറൂസലേം ദേവാലയവും ക്രൈസ്തവരുടെ ഹാഗിയ സോഫിയ ദേവാലയവും ഹൈന്ദവരുടെ ശ്രീരാമക്ഷേത്രവും ജീവിക്കുന്ന പ്രതീകങ്ങളാണ്. നാളെ ഒരിക്കൽ സത്യം വിജയിക്കുമെന്ന പ്രതീകം. അതിലൊന്നിന് ശാശ്വതമായിട്ടുള്ള പരിഹാരമുണ്ടായിരിക്കുകയാണ്. കാലാകാലങ്ങളായിട്ട് നിലവിളിച്ച് നടന്നിരുന്ന ഹിന്ദുത്വവാദികൾ ഇന്ന് പുഞ്ചിരിക്കുകയാണ്. അതാണ് ശാശ്വതമായിട്ടുള്ള പരിഹാരം. പള്ളിപ്പറമ്പില് ക്ഷേത്രമുയർത്തി, പള്ളിപ്പറമ്പില് രാമന്റെ വിഗ്രഹം സ്ഥാപിച്ചു. അതിന് പേരും ഇവിടുത്തെ ഹൈന്ദവര് തന്നെ ഇട്ട് വിളിക്കുന്നു പള്ളിപ്പറമ്പിൽ രാമെന്ന്. അതാണ് ശാശ്വതമായിട്ടുള്ള പരിഹാരം. ഇവിടെയുള്ള ക്രിസംഖ്യകളോട് ചോദിക്കുകയാണ്, മാത്രമല്ല ക്രിസ്ത്യാനികളോടും ചോദിക്കുകയാണ്, നിങ്ങൾക്കാർക്കും സത്യത്തിൽ ഒരു വിഷമവുമില്ലേ? ഇന്നലെ ഗ്രഹാം സ്റ്റെയിന്, ആരേ ഗ്രഹാം സ്റ്റെയിൻ? ഏതോരാള് ഇതല്ലേ കാസയുടെ മനസ്സിലിരിപ്പ്. പക്ഷേ അല്പം ദയ, അന്തസ്, സത്യസന്ധത മനസ്സിലുള്ള ഒരാൾ മറക്കാൻ ഇടവരാത്തൊരു കാര്യമാണ്. ഇനി എത്ര കാലം കഴിഞ്ഞാലും ഗ്രഹാം സ്റ്റെയിൻസ് പറഞ്ഞ ഓസ്ട്രേലിയൻ മിഷണറി, അദ്ദേഹത്തിന് 2 കൊച്ചു പിള്ളേരാണ്. ഭാര്യ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അത് രക്ഷപ്പെട്ടു. അതിനെ കാറിലിട്ട് പെട്രോൾ ഒഴിച്ച് കൊന്നു. അതിന്റെ 25ാമത്തെ വാർഷികമാണ്. ഇവിടെയുള്ള ഒരു ചാനലുകാരും ആ കാര്യം പറഞ്ഞില്ല, ബ്ലാക്ക് ഔട്ട് ചെയ്തു. ആ കാര്യം ഇവിടെയുള്ള ക്രിസ്ത്യൻ സഭകളാരും പറഞ്ഞില്ല, ബ്ലാക്ക് ഔട്ട് ചെയ്തു. ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം. ഹിരൺമയമായ പാത്രം കൊണ്ട് അയോധ്യയിലെ പ്രതിഷ്ഠ, ആ ചടങ്ങുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാകുന്ന സ്വർണ്ണപാത്രം. അതിന് സ്വർണം കൊണ്ടൊരു തിരശ്ശീല. അതുകൊണ്ട് സ്വന്തം കണ്ണുകളെ മൂടി വെച്ചു. അതിനപ്പുറത്ത് കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. ഗ്രഹാം സ്റ്റെയിന്റെ ഭാര്യ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്.
കേരളത്തിലുള്ള ഒരു സഭകളും ഇങ്ങനെ ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. ഏതായാലും അയോധ്യ അമ്പലം പണിയുന്നത് ഗംഭീരമാണെന്ന് അവർ പറയാൻ നിന്നില്ല. ഇന്നലെ മൗനം പാലിക്കുകയായിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യൻ സഭകൾ. അവിടെയാണ് കാസക്കുട്ടന്മാർ പറയുന്നത് ഇത് നന്മയുടെ മേലെ തിന്മയുടെ മേലെയുള്ള RSSന്റെ വിജയമാണെന്ന് പറയുന്നത്. സത്യം വിജയിക്കുകയാണ് ഉണ്ടായത്. സത്യം വിജയിക്കുമെന്നുള്ളതിന്റെ സന്ദേശമാണ് രാമക്ഷേത്രത്തിലൂടെ ലോകർക്ക് കിട്ടിയത്. ഇന്ന് അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരമുണ്ടായി. നാളെ ഞങ്ങളുടെ പള്ളി എവിടേക്ക് മുസ്ലിങ്ങൾ പിടിച്ചു വച്ചിട്ടുണ്ടോ അതെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കും. ഇപ്പൊ ഞങ്ങൾക്ക് അതിനൊരു വീര്യം കിട്ടിയെന്നാണ് പറയുന്നത്. പുത്തമ്പള്ളിയുടെ കാര്യം മറക്കണ്ട കേട്ടോ. അഡ്വക്കേറ്റ് കൃഷ്ണരാജ് RSകാരനാ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് RSS അല്ലെങ്കിൽ സമന്വയം രാഷ്ട്രീയം അത് വേറെ. വടക്കുന്നാഥന്റെ സ്വത്ത് വഞ്ചിച്ച് ചതിച്ചെടുത്ത് വടക്കുന്നാഥൻ സ്വത്ത് സെന്റ് തോമസ് കോളേജ്, അതിൻ്റെ അപ്പുറത്ത് സെന്റ് മേരീസ് കോളേജ്, പുത്തമ്പള്ളി ഇതെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു കാസക്കുട്ടോ? അതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് കാസക്കുട്ടന്മാരെ? അതേക്കുറിച്ചൊന്ന് പറഞ്ഞേക്ക് കേട്ടോ. അവിടെയും ഈ പറയുന്ന കൃഷ്ണരാജിനും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അവർക്ക് ഒരു 10 പൂച്ചെണ്ട് കൊടുക്കും. അത് പറഞ്ഞു കഴിഞ്ഞു. മധ്യപ്രദേശില് ക്രിസ്ത്യൻ പള്ളിയിൽ അതിക്രമിച്ചു കഴിഞ്ഞ് ജാബുവ ജില്ലയിലെ 4 ചർച്ചുകൾക്ക് മുകളിലെ കുരിശിലാണ് കാവിക്കൊടി നാട്ടിയത്. മധ്യപ്രദേശിൽ ഇന്ത്യയിൽ തന്നെയാണ് കേട്ടോ. അതുപോലും മറന്നുപോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുടുക എന്ന പ്രക്രിയയുടെ സമൂർത്തമായിട്ടുള്ള രൂപമാണ് ഇവരുടെ പ്രവൃത്തി. ആ പ്രവൃത്തിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്, കാസക്കാരുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മകൻ ചത്തുപോയാലും കുഴപ്പമില്ല, മരുമകളിരുന്ന് മോങ്ങുന്നത് കാണണം. അതന്നെ ക്യാസ്, അത് തന്നെ കേസ്. കാസക്കുട്ടന്മാർക്ക് ഇങ്ങനെയുള്ള വലിയ വലിയ വിഡ്ഢിത്തങ്ങൾ പറയുന്നതിന് അതിനും ഒരു അവാർഡ് പ്രഖ്യാപിക്കണമല്ലോ. ഏറ്റവും വലിയ വിഡ്ഢിത്തത്തിന് അവാർഡ്. അത് നിങ്ങൾക്കിരിക്കട്ടെ. പൂച്ചെണ്ടുകളായിട്ട് അതിന് ചില പൂച്ചെണ്ടുകൾ, അതിനും പൂച്ചെണ്ടുകൾ. നമസ്കാരം.